സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമും അടിമത്തവും എന്ന വിഷയത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഇസ്ലാം അവതരിപ്പിച്ച ഒരു ആശയമോ ഒരു പ്രവർത്തന പദ്ധതിയോ അല്ല അടിമത്തം. മറിച്ച് റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതനാകുമ്പോൾ, പ്രവാചകനായി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടെ അടിമ വ്യവസ്ഥയുണ്ട്. അന്ന് അവിടെ അടിമ വ്യവസ്ഥയുണ്ട് എന്നല്ല, നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായി ലോകത്ത് അടിമ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തോട് പല നിലക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. അടിമ സമ്പ്രദായത്തോടുള്ള അല്ലെങ്കിൽ അടിമ വ്യവസ്ഥയോടുള്ള ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ, വളരെ ഫണ്ടമെന്റലായ, ബേസിക്കലായ സമീപനം എന്താണ്? അതിന്റെ ഉത്തരം നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ നിന്ന് ലഭിക്കും. ഇസ്ലാമിന്റെ ആദർശവാക്യത്തിൽ നിന്ന് ലഭിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മഅബൂദില്ല എന്നാണ്. അല്ലാഹുവല്ലാതെ മഅബൂദില്ല എന്നതിന് 3 അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, ആരാധ്യനായിട്ട് അല്ലാഹുവല്ലാതെ ഒരു ശക്തിയില്ല. 2, ആത്യന്തികമായി അനുസരിക്കപ്പെടേണ്ടവനായി അല്ലാഹുവല്ലാതെ വേറെ ഒരു വ്യക്തിയോ ശക്തിയോ ഇല്ല. 3-മതായി, അടിമത്തം അല്ലാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. എല്ലാ മനുഷ്യരും ആത്യന്തികമായി, അടിസ്ഥാനപരമായി അല്ലാഹുവിന്റെ അടിമകളാണ്. എല്ലാ മനുഷ്യർക്കുമുള്ള പൊതുവായ മേൽവിലാസം, അഡ്രസ് അബ്ദുല്ലാഹ്, ഇബാദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമ, അല്ലാഹുവിന്റെ അടിമകൾ എന്നതാണ്. വിശ്വാസിയും അവിശ്വാസിയും, ആണും പെണ്ണും എല്ലാം അല്ലാഹുവിന്റെ അടിമകളാണ്. അടിമ വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്ത് അടിമയും സ്വതന്ത്രനും അല്ലാഹുവിന്റെ അടിമകളാണ്. അല്ലാഹുവിന്റെ അടിമകളാണെന്നല്ല, അല്ലാഹുവിന്റെ മാത്രം അടിമകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ വേറെ ആർക്കും അടിമത്തില്ല. അപ്പൊ അടിമത്തത്തോടുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന സമീപനം അതാണ്. ആ പ്രവാചകന്മാരെ കുറിച്ചും, പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ അത്ഭുതങ്ങൾ വിവരിക്കുന്ന സന്ദർഭങ്ങളിൽ എല്ലാം ഖുർആൻ പറഞ്ഞത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണത്തെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, എന്റെ അടിമയെ പ്രയാണം ചെയ്യിച്ച അല്ലാഹു, അവൻ പരിശുദ്ധനാണ്. ഈസാ അലൈഹിസ്സലാം, യേശുക്രിസ്തു തൊട്ടിൽ നിന്ന് സംസാരിച്ചു കുഞ്ഞായിരിക്കുമ്പോൾ, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ മാത്രം അടിമയാണ്. അപ്പൊ അടിമത്തത്തോടുള്ള അടിസ്ഥാന സമീപനം ഇതാ. പക്ഷേ അടിമത്തം ഒരു യാഥാർത്ഥ്യമാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ട്. അടിമത്തത്തിന് 2 തലമുണ്ട്. ഒന്നതിന്റെ വ്യക്തി തലമാണ്, മറ്റൊന്നതിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സമ്പദ് വ്യവസ്ഥ സ്വഭാവവുമുള്ള അതിന്റെ സ്ട്രക്ചറലായിട്ടുള്ള ഘടനാപരമായ തലമാണ്. വ്യക്തിതലത്തിൽ ഇസ്ലാം അടിമത്തം നിരോധിച്ചു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കരുത്. അന്ന് അടിമയാക്കിയിരുന്നു, നിർബാധം അടിമയാക്കിയിരുന്നു. അന്ന് മാത്രമല്ല, ഇസ്ലാമിന് ശേഷം വളരെ അടുത്ത കാലം വരെ, ഒരു 18-ാം നൂറ്റാണ്ട് വരെയൊക്കെ സ്ലൈവ് ട്രേഡ്, അറ്റ്ലാന്റിക് സ്ലൈവ് ട്രേഡ് എന്നതൊക്കെ ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യങ്ങളാണ്. ആഫ്രിക്കയിൽ പോകുന്നു, അടിമകള് സ്വതന്ത്രരായ മനുഷ്യരെ പിടിച്ചുകൊണ്ടുവരുന്നു, എന്നിട്ട് അടിമക്കമ്പോളത്തിൽ വിൽക്കുന്നു. അതിന്റെ വലിയ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത് തെറ്റാണ്. ഇത് തെറ്റാണെന്ന് ഇന്ന് പറയുന്ന പോലെയല്ല.
അത് വളരെ നോർമലായി കണ്ടിരുന്ന, അതിലൊരു കുഴപ്പവുമില്ല. ഒരാൾക്ക് ഞാൻ ഒരാളോട് പണം കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ അയാളുടെ അടിമയാകും. ഇതൊക്കെ ഇന്ന് പറയുമ്പോൾ നമുക്ക് കൗതുകങ്ങളാണ്, അല്ലെങ്കിൽ വലിയ തെറ്റായ കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നവയാണ്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്, നമുക്കത് വളരെ നോർമലാണ്. വേറെ ഒരു കാലത്ത് നിന്ന് ആലോചിച്ചാൽ എന്ത് അബദ്ധമാണ്, എന്ത് അക്രമമാണ് ഈ മനുഷ്യർ ചെയ്തത് എന്ന് മറ്റൊരു കാലത്ത് മറ്റൊരു സമൂഹം അതിനെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ അവർ വളരെ നോർമലായി കണ്ടിരുന്ന, സാധാരണവും സ്വാഭാവികവുമായി കണ്ടിരുന്ന കാര്യമാണ് കടം കൊടുത്തിട്ട് പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ, അയാൾക്ക് തരാൻ കഴിയുന്നില്ല എങ്കിൽ അയാളുടെ അടിമയാവുക എന്നത്. ഇത്തരം എല്ലാ ഏർപ്പാടും ഇസ്ലാം അവസാനിപ്പിച്ചു. അത് ഇസ്ലാമായിട്ട് അവസാനിപ്പിച്ചതാണ്. അറേബ്യയിൽ അത് നിലവിലുണ്ട്, പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. വ്യക്തിയോട് ചെയ്യുന്നത്, അത് സ്വതന്ത്രനെ അടിമയാക്കുക എന്നതാണ്. അടിമത്തം ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഇസ്ലാമിൽ അടിമത്തം ഹറാമാണ്. ഒരു വ്യക്തി, ഒരു സ്വതന്ത്രനായ വ്യക്തിയെ അടിമയാക്കുക എന്ന അർത്ഥത്തിൽ അത് ഹറാമാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, 3 വ്യക്തികൾക്കെതിരെ ഞാൻ നാളെ അന്ത്യദിനത്തിൽ വാദിക്കും, അവർക്കെതിരായിട്ട് വാദിക്കും. അതിലൊരാൾ എന്നോട് കരാർ ചെയ്തിട്ട് അത് ലംഘിച്ചയാളാണ്. 2 സ്വതന്ത്രനെ വിറ്റ് അതിന്റെ വില തിന്നവനാണ്. 3 തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ച് ശേഷം കൂലി കൊടുക്കാത്തവരാണ്. എന്നൊരു പാഠം കൂടി പഠിക്കണം. തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് കൂലി കൊടുക്കാതിരിക്കൽ എന്തിനു തുല്യമാണ്? തുല്യാണ്, ഒരാളെ അടിമയാക്കുന്നതിന് തുല്യാണ്. അത് അത്ര കുഴപ്പം പിടിച്ച, ഒരാൾ അടിമയാക്കുന്ന മാതിരിയൊക്കെ കുഴപ്പം പിടിച്ച പണിയാണോ ഇത്? ഒരിക്കൽ കൂലി കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇത്ര വലിയ സംഭവമാണോ? ഇങ്ങനെ തന്നെയാണ് അടിമയാക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചത്. അപ്പൊ അവർക്കെതിരായി നാളെ പരലോകത്ത് ഞാൻ വാദിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇനിയുള്ളത് അടിമ സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയാണ്. ഒരു സാമൂഹികമായ വ്യവസ്ഥയാണ്, ഒരു സാമ്പത്തികമായ വ്യവസ്ഥയാണ്, രാഷ്ട്രീയ വ്യവസ്ഥയുമായി വലിയ ബന്ധമുള്ള സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയാണ്. ഒരു വ്യവസ്ഥയെയും ഹറാമാക്കാൻ കഴിയില്ല, ഹറാമാക്കിയിട്ട് കാര്യവുമില്ല. ഉദാഹരണത്തിന്, ഇന്ന് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതര മുതലാളിത്ത വ്യവസ്ഥയിലാണ്. ഭരണഘടനയിൽ സോഷ്യലിസ്റ്റ് എന്നാണ് എഴുതിയത്, ഇപ്പോൾ പ്രയോഗത്തിലുള്ളതൊരു മുതലാളിത്ത വ്യവസ്ഥയാണ്. അപ്പോ ഈ വ്യവസ്ഥയോട് ഇസ്ലാമിന് സമ്പൂർണ്ണ യോജിപ്പാണോ? അല്ല. ഈ പറഞ്ഞ ഓരോന്നിനോടും ഇസ്ലാമിന് അടിസ്ഥാനപരമായി മൗലികമായ വ്യത്യസ്താഭിപ്രായങ്ങളുണ്ട്. നേരത്തെ അടിമത്തത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യത്തോട് നിയമം നിർമ്മിക്കേണ്ടത് ആരാണ്? മനുഷ്യരാണോ? മനുഷ്യരുടെ ഭൂരിപക്ഷമാണോ? അതല്ല ദൈവത്തിന്റെ ഹിതമാണോ? ഇസ്ലാമിന്റെ സുചിന്തിതമായ അഭിപ്രായം ദൈവഹിതമാണ്. ശരി തെറ്റുകളുടെ, നന്മ തിന്മകളുടെ, നിയമത്തിന്റെയും നിയമവിരുദ്ധതയുടെയും ഹലാലിന്റെയും ഹറാമിന്റെയും മാനദണ്ഡമാകേണ്ടത് ഇസ്ലാമിന്റെ ദർശനമാണ്. അതനുസരിച്ചാണോ രാജ്യത്ത് കാര്യങ്ങൾ നടക്കുന്നത്? അല്ല. സമ്പദ് വ്യവസ്ഥയിൽ പണം വ്യക്തിയുടേതാണ് എന്നതാണ് മുതലാളിത്തത്തിന്റെ കാഴ്ചപ്പാട്, പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പണം ദൈവത്തിൻ്റെതാണ് എന്നാണ്. അൽമാലു മാലുള്ള എന്ന വ്യവസ്ഥ അനുസരിച്ചാണോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്? അല്ല. വ്യക്തിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണത്, അത് മാത്രമാണ് എന്ന അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഇവിടെയുള്ള സമ്പദ് ക്രമത്തോടും രാഷ്ട്രീയ വ്യവസ്ഥയോടുമെല്ലാം ഇസ്ലാമിന് വിയോജിപ്പുകളുണ്ട്. എന്ന് വെച്ചിട്ട് ഒരു പണ്ഡിതനോ ഒരാളോ ഇന്ന് പറയാണ് ഇതൊക്കെ ഈ വ്യവസ്ഥ ഹറാമാണ്, ഈ വ്യവസ്ഥയിൽ വാങ്ങരുത്, വിൽക്കരുത്,
രാഷ്ട്രീയ വ്യവസ്ഥയിൽ പങ്കെടുക്കരുത്, വോട്ട് ചെയ്യരുത്, മത്സരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ സമ്പദ് വ്യവസ്ഥയോടും രാഷ്ട്രീയ വ്യവസ്ഥയോടും ഒക്കെ നിലപാട് സ്വീകരിച്ചാൽ ഈ രാജ്യത്ത് വിശ്വാസികളുടെ ജീവിതം അസാധ്യമാകും. രാഷ്ട്രീയ വ്യവസ്ഥയോട് ഈ നിലപാട് സ്വീകരിച്ചാൽ എന്നതിനേക്കാൾ വേഗം മനസ്സിലാവും സമ്പദ് വ്യവസ്ഥയോട് നിലപാട് സ്വീകരിച്ചു. ഇവിടുത്തെ മാർക്കറ്റിൽ വിൽക്കരുത്, വാങ്ങരുത്, ഇവിടെ ഒരു തൊഴിലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? പിന്നെ ഇങ്ങനെ ജീവിക്കുക? അപ്പൊ ഒരു വ്യവസ്ഥയെയും നിങ്ങൾക്ക് ആർക്കും ഹറാമാക്കാൻ കഴിയുകയില്ല. അതിനോട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക. ഒന്ന്, അതിനോട് എൻഗേജ് ചെയ്യുക, ഇടപഴകുക. രണ്ട്, അതിനെ പരിഷ്കരിക്കുക. ഇത് അടിമത്തത്തിന്റെ മാത്രം പ്രശ്നമല്ല. അടിമത്തം പോലും ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു അടിസ്ഥാന വിഷയമാണ് യുദ്ധം. എന്താ യുദ്ധം? ചില ആളുകൾ, ഇസ്ലാം വിമർശകർ വിചാരിക്കുന്നുണ്ട്, ചില വിശ്വാസികൾ തന്നെയും വിചാരിക്കും, യുദ്ധം ഇസ്ലാമിൽ എന്തോ ഒരു പുണ്യകർമ്മമാണ്, 5 നേരം നിസ്കരിക്കുക, യുദ്ധം ചെയ്യുക, ഇങ്ങനെയാണോ? അല്ല. യുദ്ധം അടിസ്ഥാനപരമായി തെറ്റാണ്. മനുഷ്യൻ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുക രണ്ടും മോശം കാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബി അത്ഫഅകുല്ലാഹ്. സൂറത്ത് മാഇദയിൽ അന്നത്തെ ആയുധ കച്ചവടക്കാരായിരുന്ന ജൂതന്മാർ, അവർ യുദ്ധത്തിന്റെ അഗ്നി കത്തിക്കുമ്പോഴെല്ലാം അപ്പുറവും ഇപ്പുറവും തീക്കൊടുത്ത് നടുവിൽ പിടിച്ച് ആയുധ കച്ചവടം നടത്തുമ്പോഴെല്ലാം അള്ളാഹു ആ തീ കെടുത്തിക്കളയുകയാണ് ചെയ്തത്. അള്ളാഹു യുദ്ധത്തിന്റെ പക്ഷത്തല്ല, സമാധാനത്തിന്റെ പക്ഷത്താണ്. യുദ്ധം നടക്കുകയല്ല വേണ്ടത്, യുദ്ധം നടക്കാതിരിക്കുകയാണ് വേണ്ടത്. അത് തന്നെ ധാരാളം പറയേണ്ട ഒരു വിഷയമാണ്. അത് മനസ്സിലാക്കാൻ ഒറ്റ ഉദാഹരണം കൂടി പറയാം. ഈ രക്തസാക്ഷ്യം വലിയ പുണ്യകർമ്മമാണ്. പക്ഷെ രക്തസാക്ഷ്യം സ്വയം ഒരു ലക്ഷ്യമാണോ? നന്നായി ശ്രദ്ധിക്കണം, നന്നായി ആലോചിക്കണം, എങ്കിലേ മനസ്സിലാവുള്ളൂ. രക്തസാക്ഷ്യം സ്വയം ലക്ഷ്യമായിരുന്നുവെങ്കിൽ ചരിത്രത്തിലെ ഒരു യുദ്ധത്തിലും ഇസ്ലാം ജയിക്കുമായിരുന്നില്ല. സഹാബത്ത് വിശ്വസിച്ചിരുന്നത് രക്തസാക്ഷ്യം സ്വയം ഒരു ലക്ഷ്യമാണ് എന്നായിരുന്നെങ്കിൽ എല്ലാ യുദ്ധത്തിലും ഇസ്ലാം പരാജയപ്പെടുകയും. കാരണം അവർ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കും. ഞങ്ങൾ എന്തിനു വന്നതാ? ഷഹീദാകാൻ വന്നതാണ്. നിങ്ങൾ ഞങ്ങളെ ഷഹീദാക്കിക്കൊള്ളൂ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളാം. അതൊരു ലക്ഷ്യമല്ല. യുദ്ധത്തിൽ വിജയിക്കലാണ് ലക്ഷ്യം. യുദ്ധം ഉണ്ടായതിനൊരു ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ വിജയിക്കാനാണ് ലക്ഷ്യം. അതിനിടയിൽ ആള് രക്തസാക്ഷിയായി പോയാൽ നഷ്ടമൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അതിന്റെ പുണ്യമുണ്ട്. അപ്പൊ എന്താണ് യുദ്ധം എന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ്, പൊളിറ്റിക്കൽ സിസ്റ്റം. ലോകത്ത് ചരിത്രത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ അധികാര കൈമാറ്റത്തിന് പല രീതികൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു കാലത്ത് ലോകത്ത് അംഗീകരിക്കപ്പെട്ട രീതിയാണ് യുദ്ധം. ബാലറ്റ് ഒന്നും കണ്ടുപിടിക്കപ്പെടാത്ത ഒരു കാലത്ത് ഉള്ള രീതിയാണ്. അധികാരത്തിന് 2 അവകാശികൾ, 2 ക്ലെയിമുകൾ ഒരു സ്ഥലത്തുണ്ടായാൽ ആരാണ് അധികാരി എന്ന് തീരുമാനിക്കണം. യുദ്ധം ചെയ്ത് തീരുമാനിക്കും. ജയിച്ചാൽ ആളായിരിക്കും അധികാരി ആ സ്ഥലത്ത്. അതുകൊണ്ടാണ് മാവോ സേതുങ് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രക്തം ചിന്താത്ത യുദ്ധമാണ്, യുദ്ധം എന്ന് പറയുന്നത് രക്തം ചിന്തുന്ന തെരഞ്ഞെടുപ്പാണ്. ഇന്ന് അതിന് മനുഷ്യർ കണ്ടെത്തിയ വഴിയാണ് തെരഞ്ഞെടുപ്പ്. പറയും പല വഴികളുണ്ട്, ജനകീയ പ്രക്ഷോഭങ്ങൾ, അങ്ങനെയൊക്കെ. അപ്പൊ അതൊരു രാഷ്ട്രീയ വ്യവസ്ഥയാണ്. പ്രവാചകൻ എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ ഇടപെട്ടത്, യുദ്ധം ചെയ്തതും പ്രതിരോധിച്ചതും എന്ന് ചോദിച്ചാൽ, ഒരാൾ ഇടപെടുന്നില്ലെങ്കിൽ, ഒരാശയം അതിൽ ഇടപെടുന്നില്ലെങ്കിൽ അന്നത്തെ പവർ പൊളിറ്റിക്സിൽ ആ ആശയത്തിനൊന്നും ചെയ്യാനുണ്ടാവുകയില്ല എന്നതാണ്. ഇസ്ലാമിന്റെ രീതി അതല്ല, മറിച്ച് അതത് കാലത്തെ വ്യവസ്ഥകളോടും അതിന്റെ യാഥാർത്ഥ്യങ്ങളോടും ഇടപഴകുക എന്നതാണ്. അടിമത്തവും ഇതിന്റെ ഭാഗമാണ്. അപ്പൊ യുദ്ധത്തിൽ ഇടപഴകുമ്പോൾ ആ യുദ്ധത്തെ കൂടുതൽ പരിഷ്കരിക്കുക, കൂടുതൽ മാനുഷികമാക്കുക,
അതാണ് ഇസ്ലാം ചെയ്തത്. രണ്ട് കൂട്ടർ തമ്മിൽ ആണ് യുദ്ധം, ശത്രുവിനോടാണ് യുദ്ധം എന്ന് വെച്ചിട്ട് ശത്രു ചെയ്യുന്നതെല്ലാം നിങ്ങൾ ചെയ്യരുത്. ഒരുപാട് യുദ്ധമര്യാദകൾ. ആരോട് മര്യാദ? ഇങ്ങോട്ട് കൊല്ലാൻ വരുന്നവനോട് കാണിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചു. അതിനെ കൂടുതൽ മാനുഷികമാക്കേണ്ടതുണ്ട്, അതിനെ ക്രമേണ ഇല്ലാതാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് മാത്രമല്ല കരാറുകളെ കുറിച്ച്, വലായത്ത്, മീസാഖ്, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്തിനാണ് മുൻഗണന? എതിരാളികൾ കരാറിന് സന്നദ്ധമാണെങ്കിൽ അതിനാണ് മുൻഗണന, തട്ടിക്കളയരുത് എന്നൊക്കെ ഖുർആൻ പറയുന്ന അർത്ഥത്തിലാണ്. അപ്പൊ അടിമത്തം യുദ്ധവുമായി കൂടി ബന്ധമുള്ള, അതിന് രാഷ്ട്രീയ ക്രമവുമായിട്ട് ബന്ധമുണ്ട്, സമ്പദ് ക്രമവുമായിട്ടും ബന്ധമുണ്ട്, പൊളിറ്റിക്കൽ സിസ്റ്റവുമായും എക്കണോമിക്കൽ സിസ്റ്റവുമായിട്ടും അതിന് ബന്ധമുണ്ട്. പ്രധാനമായും അതിന്റെ ബന്ധം പൊളിറ്റിക്കൽ സിസ്റ്റവുമായിട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് അടിമത്തം സമ്പൂർണമായി നിരോധിക്കാതിരുന്നത്? യുദ്ധത്തിന്റെ പ്രധാന ഘടകമാണ് ബന്ദികളെ പിടിക്കുക എന്ന് പറയുന്നത്. ഒരു കൂട്ടർ യുദ്ധത്തിന് വരുന്നത് തന്നെ 2-3 ലക്ഷ്യങ്ങളിലൂടെയാണ്. ഒന്ന് അധികാരം ലഭിക്കുക, മറ്റൊന്ന് യുദ്ധാർജിത സമ്പത്ത് ലഭിക്കുക, മറ്റൊന്ന് ബന്ദികളെ പിടിക്കുക, അവരെ അടിമകളാക്കുക എന്നുള്ളതാണ്, സ്ത്രീകളും പുരുഷന്മാരുമായി. അത് യുദ്ധത്തിന്റെ പ്രേരണകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോ അന്ന് ധാരാളം യുദ്ധം നടക്കുന്ന ഒരു കാലമാണ്. യുദ്ധമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോ ബന്ദികളെ പിടിക്കുക എന്നത് ഇസ്ലാം നിഷിദ്ധമാക്കി എന്ന് കരുതുക. എങ്കിൽ ശത്രുവിന്, ഇസ്ലാം നിഷിദ്ധാക്കിയത് കൊണ്ട് ശത്രുവിന് നിഷിദ്ധാവൂലല്ലോ. ശത്രുവിന് ഇവിടെ നിന്ന് വന്ന് ബന്ദികളെ പിടിക്കാം, യുദ്ധം ചെയ്യാം, ബന്ദികളെ പിടിക്കാം. മുസ്ലിങ്ങൾക്ക്, ഇസ്ലാമിന് ആ ഭാഗത്ത് നിന്നൊരു ബന്ദിയെയും പിടിക്കാൻ പറ്റില്ല, അവർക്ക് നിഷിദ്ധമാണ്. എങ്കിൽ ഇവിടെ യുദ്ധം ഇല്ലാത്തൊറ്റ ദിവസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്നെ തല്ലാം, പക്ഷെ എൻ്റെ മതം അനുസരിച്ച് നിങ്ങളെ പ്രതിരോധിക്കാനോ തിരിച്ചു തല്ലാനോ പറ്റില്ല. എനിക്ക് എല്ലാ ദിവസവും അടികിട്ടിക്കൊണ്ടിരിക്കും. അപ്പോ ഇത് പ്രായോഗികമായൊരു കാര്യമല്ല, ഇസ്ലാമിന് മാത്രമായിട്ട് അത് നിർത്താൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ദികളായി പിടിക്കപ്പെട്ടവരെ 2 വഴിയുണ്ട്. ഒന്ന് അവരെ കൈമാറാം, അല്ലെങ്കിൽ അവരെ ഔദാര്യമായിട്ട് മോചിപ്പിക്കാം. അപ്പുറത്ത് നമ്മളുടെ ആളുകളെ ബന്ദികളായി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും ഇവരെയും വെച്ച് കൈമാറാം, ഔദാര്യമായിട്ട് മോചിപ്പിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ അപ്പുറത്ത് മുസ്ലിങ്ങളായ ആളുകൾ ബന്ദികളായിട്ടുണ്ട്, അവർ മോചിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ ഇവിടെയും സ്വാഭാവികമായും അവരെ ബന്ദികളാക്കി വെക്കാം. പക്ഷെ ബന്ദികളായിട്ട് ദീർഘകാലം വെക്കാൻ കഴിയില്ല, ബന്ദി എന്ന സ്റ്റാറ്റസിൽ തന്നെ. കാരണം ജയിലുകളും അത്തരം സംവിധാനമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് അവരെ വ്യക്തികളുടെ ഏൽപ്പിച്ചു കൊടുക്കാം. വ്യക്തികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ അടിമകളായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല അന്ന് ലോകത്തിന്റെ രീതിയും അതാണ്. ഈ കാര്യം വിശുദ്ധ ഖുർആൻ വളരെ സൂറത്ത് മുഹമ്മദിലെ 4-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാൻ കഴിയും. ഫസുദ്ദു അൽ വഖാഖ, യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ബന്ദികളെ പിടിക്കുക, നിങ്ങളെ ബന്ദികളെ പിടിക്കുക. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഫഇമ്മാ മന്നൻ ബഅദു വഇമ്മാ ഫിദാ, ഒന്നുകിൽ അവരെ ഔദാര്യമായിട്ട് വിട്ടയക്കുക, ഫഇമ്മാ മന്നൻ ബഅദു, അതിനുശേഷം വഇമ്മാ ഫിദാ, അല്ലെങ്കിൽ ഫിദിയ വാങ്ങിയിട്ട് മോചനദ്രവ്യം വാങ്ങി മോചിപ്പിക്കാം. ഒന്നുകിൽ വെറുതെ മോചിപ്പിക്കാം, മോചനദ്രവ്യം വാങ്ങിയിട്ട് മോചിപ്പിക്കാം, ബന്ദിക്ക് അപ്പുറത്തുള്ള ആൾക്ക് പകരമായിട്ട് മോചിപ്പിക്കാം. 4-ാമത്തെ ഒരു ഓപ്ഷനാണ് ഒരു അടിമയാക്കി വെക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഇതിനെന്തുമായിട്ടാണ് ബന്ധം? ഹത്താ തലഅൽ ഹർബു ഔസാറഹ, യുദ്ധം അതിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നത് വരെ. ഈ പ്രശ്നത്തിന് എന്തുമായിട്ടാണ് ബന്ധം? ഇത് ഒരു കോണ്ടക്സ്ച്വലായ ഒരു പ്രസ്താവന മാത്രമല്ല, വളരെ ദീർഘകാല സ്വഭാവമുള്ള, പ്രവചന സ്വഭാവമുള്ള ഖുർആനിന്റെ ഒരു പ്രസ്താവന കൂടിയാണ്. അക്കാലത്ത് ഒരു പക്ഷേ മനസ്സിലാക്കപ്പെടാൻ സാധ്യത പോലും കുറവുള്ള ഒരു പ്രസ്താവനയാണ് ഖുർആനിന്റെ. യുദ്ധം അതിന്റെ ഭാരങ്ങൾ ഇറക്കി വെച്ചാൽ പിന്നെ ബന്ദിയെ പിടിക്കുന്നതിനോ അവരെ അടിമയാക്കുന്നതിനോ അവരെ ഇങ്ങനെ മോചിപ്പിക്കുന്നതിനോ മോചിപ്പിക്കാതിരിക്കുന്നതിനോ ഒന്നും പ്രസക്തിയില്ല. ഇത് യുദ്ധത്തിന്റെ ഔസാറുകളിൽപ്പെട്ട, അതിന്റെ ഭാരങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്.
അതുവരെയാണ് ഈ കേസ് സംഭവം. അത് അവസാനിച്ചാൽ അതുമായിട്ടാണ് ഇതിന് ബന്ധമെന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സിസ്റ്റമാണ്, ഒരു രാഷ്ട്രീയ സിസ്റ്റവുമായി ബന്ധമുള്ളതാണ്, എക്കണോമിക് സിസ്റ്റമാണ്. അടിമകളെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥ താറുമാറാകും. ഇസ്ലാം അങ്ങനെയുള്ള റാഡിക്കലായ ഒരു വിപ്ലവമല്ല, പരിഷ്കരണമാണ് ഇസ്ലാം സമൂഹത്തിൽ എപ്പോഴും വരുത്തുന്നത്. അപ്പൊ ആകെ സമ്പദ് വ്യവസ്ഥയൊക്കെ താറുമാറായി ആളുകളുടെ ഉപജീവനവും എല്ലാം കൊളാപ്സാക്കുക എന്നതല്ല. അടിമത്ത വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ച ധാരാളം സ്കോളേഴ്സ് ഈ കാര്യം പറയുന്നുണ്ട്. നമ്മുടെ തിരൂർ സംവാദത്തിൽ രാഹുൽ ഈശ്വർ അത്തരത്തിലുള്ള കുറെ കോട്ടുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ സമ്പദ് വ്യവസ്ഥ താറുമാറായി പോകുമായിരുന്നു. അത് മെല്ലെ മെല്ലെ ക്രമേണ ഗ്രാജ്വലായിട്ട് അതിനെ പരിഷ്കരിക്കുക എന്നതാണ് ഇസ്ലാം ചെയ്തത്. യുദ്ധത്തെ ഇസ്ലാം പരിഷ്കരിക്കുകയാണ് ചെയ്തത്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അടിമത്വം നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. പക്ഷെ യുദ്ധവുമായി ബന്ധിപ്പിച്ച് മാത്രമാണ് ഇസ്ലാമിലെ അടിമത്വത്തെയും മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ ആ യുദ്ധത്തെ പരിഷ്കരിച്ച പോലെ തന്നെ അടിമത്വത്തെയും ഇസ്ലാം പരിഷ്കരിച്ചു. അതിലൊന്നാമത്തത് സ്വതന്ത്രനെ അടിമയാക്കാൻ പാടില്ല എന്നതാണ്. രണ്ടാമത്തത് ബന്ദിയെ അടിമയാക്കൽ നിർബന്ധമുള്ള കാര്യമല്ല. ഏത് ബന്ദിയെ പിടിച്ചാലും അടിമയാക്കിക്കൊള്ളണമെന്നില്ല എന്ന് ഖുർആനിന്റെ നസ്സിൽ നിന്ന് തന്നെ, ടെക്സ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. മൂന്നാമത്തത്, ഈ ബന്ദിയെ അടിമയാക്കുക എന്നത് ഉത്തമമായ ഒരു കാര്യമല്ല. ഇത് കറാഹത്തെങ്കിലും ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇമാം ബാലാദൂരി പറയുന്ന ഒരു കോട്ട് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നത്, ഈജിപ്തില് ഇസ്ലാം കടന്നു ചെന്നപ്പോ ചില ആളുകൾ ഇസ്ലാമിനെ സ്വാഗതം ചെയ്തവരാണ് അവിടെ. പ്രത്യേകിച്ച് റോമ കൊളോണിയലിസത്തിൽ നിന്നുള്ള വിമോചനമായിട്ടാണ് അവർ ഇസ്ലാമിനെ കണ്ടത്. പക്ഷെ ഇസ്ലാമിനോട് ചെറുത്തു നിന്ന ആളുകളും ഉണ്ടായിരുന്നു. ചെറുത്തു നിന്നിട്ട് കീഴടക്കിയാൽ സ്വാഭാവികമായും ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ടും അന്നത്തെ ലോകമര്യാദ അനുസരിച്ചും അവരെ പിടിച്ചു കൊണ്ടുവരാൻ, അവരെ അടിമകളാക്കാം. അങ്ങനെ സൈനിക തലവന്മാർ അവരിൽ നിന്ന് ചിലരെ അടിമകളാക്കി തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. ഇമാം ബാലാദൂരി പറയുന്നു, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് യുദ്ധത്തടവുകാരെ അടിമയാക്കുക, യുദ്ധത്തിൽ ആളുകളെ പിടിച്ചിട്ട് അവരെ ബന്ദിയാക്കുക എന്നതോ പിന്നീട് അവരെ അടിമയാക്കുക എന്നതോ അനിവാര്യമായ കാര്യമല്ല, ഉത്തമമായ കാര്യവുമല്ല. ഇത് പ്രാചീനമായ ഒരു പണ്ഡിതൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇസ്ലാം അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മറിച്ച് എന്നിട്ട് ഇമാം ബാലാദൂരി പറയുന്നുണ്ട്, അനിവാര്യമായൊരു തിന്മ കൈമാറ്റം ചെയ്യാനുള്ള നിയമമില്ലാത്തതിനാൽ അനിവാര്യമായ തിന്മ എന്ന നിലക്കാണ് ഇസ്ലാം ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. രണ്ടു തരം അടിമകൾ സമൂഹത്തിൽ ഉണ്ടാകും. ഒന്ന് പാരമ്പര്യ അടിമകളാണ്, മറ്റൊന്ന് യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട അടിമകളായിട്ട് മാറിയവരാണ്. ഈ രണ്ടു തരം അടിമകളോട് എന്തും ചെയ്യാം എന്നതാണ് അക്കാലത്ത് മനുഷ്യർ മനസ്സിലാക്കിയിരുന്നത്. അവരെ യുദ്ധത്തിൽ പിടിച്ചവരാണ്, അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടിയതാണ്, അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി ആയിട്ട് വില കൊടുത്തു വാങ്ങിയതാണ്. നമ്മൾ വില കൊടുത്തു വാങ്ങിയ ഒന്നിനെ എന്തും ചെയ്യാം. അതാണ് അന്ന് ലോകം അംഗീകരിച്ചിരുന്നൊരു കാര്യം. മനുഷ്യർക്ക് പെട്ടെന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം എനിക്ക് എന്ത് ചെയ്തുകൂടെ? മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു യുക്തി അതാണ്. പക്ഷെ ഇസ്ലാം വരുത്തിയ സുപ്രധാനമായ പരിഷ്കരണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നതാണ്. അതിനൊരുപാട് നിയമവും വ്യവസ്ഥയും ഒക്കെയുണ്ട്. മനുഷ്യർ അള്ളാഹുവിന്റെ മാത്രം അടിമകളാണ് അടിസ്ഥാനപരമായി. അതിലേക്കാണ് സമൂഹം വികസിക്കേണ്ടത്. പക്ഷെ അന്ന് വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല അക്കാലത്ത്. അപ്പോ ഒന്ന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പരിക്കുകൾ ഉണ്ടാക്കും. മറ്റൊന്ന് മൊത്തം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എക്കോണമി എന്ന നിലക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലി അത് വലിയ പരിക്കുകൾ ഉണ്ടാക്കും. മൊത്തം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എക്കോണമിയിൽ അത് വലിയ
പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യർ സഹോദരന്മാരാണ്. എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ ദൈവത്തിന്റെ മാത്രം അടിമകളാണ് എന്നതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ ടീച്ചിങ്സിന്റെ ഭാഗമാണ് എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും അടിമയും ഉടമയും ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളാണ്. അടിമക്ക് വേറെ ഒരു ജീനിയോളജി, വേറെ ഒരു വംശാവലിയും ഉടമക്ക് വേറെ ഒരു വംശാവലിയും ഇല്ല. രണ്ടു കൂട്ടരും. ഇത് റസൂല് പല സമയങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സഹാബി അടിമയെ അക്രമം ചെയ്തു. പിന്നിൽ റസൂൽ ഉണ്ടായിരുന്നു. റസൂല് അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാന്ന് മനസ്സിലായിരുന്നു റസൂലാണ്. അപ്പൊ റസൂല് പറയുന്ന ഒരു കാര്യമുണ്ട്, അവനെ നിന്നേക്കാൾ അവനോടെടുത്തിരിക്കുന്നത് അല്ലാഹുവാണ്. ചില ഭൗതികമായ ചില വ്യവസ്ഥകളിൽ അല്ലാഹു അവനെ നിന്റെ അധീനതയിലാക്കി എന്ന് മാത്രമാണ്. എന്നിട്ട് അടിമയോട് ചെയ്ത അക്രമത്തെ കുറിച്ച് റസൂല് പറയുന്നുണ്ട്. അതിൽ മനം നൊന്തിട്ട് ആ സഹാബിയെ അടിമയെ മോചിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് റസൂല് പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അക്കാരണത്താൽ നീ നരകത്തിൽ പോകുമായിരുന്നു എന്ന്. അപ്പോ സ്വതന്ത്രനെ അടിമയാക്കാൻ പാടില്ല എന്നത് അടിമയോട് തുല്യ നിലയിൽ പെരുമാറുക. അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യമാണ്, അടിമ മോചനം എന്ന് പറയുന്നതിനെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചു. സ്വർഗത്തിന്റെ വഴി, ഇസ്ലാമിന്റെ വഴി, ആ മലമ്പാത, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു ഒറ്റപ്പെട്ട കാര്യവുമല്ല. ഖുർആനിലാകെ എന്തോ ഒരു കഷ്ണമുണ്ട്, അങ്ങനെയല്ല. മറിച്ച് റസൂൽ ഇത് ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരടിമയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ ആ അടിമയുടെ ഓരോ അവയവത്തിനും തുല്യമായി, പകരമായി നിങ്ങളുടെ ഓരോ അവയവങ്ങളും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. ഒരു ആലങ്കാരിക പ്രസ്താവന. എന്താ പറഞ്ഞത്? മനുഷ്യൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കാരണം എന്താ? അടിമക്ക് കണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തുണ്ട്? കണ്ണുണ്ട്. അപ്പൊ അടിമയെ മോചിപ്പിച്ചാൽ അടിമയുടെ കണ്ണിന് പകരം നിങ്ങളുടെ കണ്ണ് നരകത്തിൽ നിന്ന് മോചിതമാകും. അടിമയുടെ മൂക്കിന് പകരം നിങ്ങളുടെ മൂക്ക് നരകത്തിൽ നിന്ന് മോചിതമാകും. അവയവങ്ങൾ തുല്യല്ലേ? അപ്പൊ നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിതമാകും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതേപോലെ ഏത് അടിമയെയാണ് മോചിപ്പിക്കേണ്ടത്? നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അടിമയെയാണ് മോചിപ്പിക്കേണ്ടത്, ഏറ്റവും വിലയുള്ള അടിമയെയാണ് മോചിപ്പിക്കേണ്ടത് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ കഴിയും. ഒരു അറാബി റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂൽ എനിക്ക് സ്വർഗത്ത് പോകണം, അത് ചെയ്യാൻ പറ്റിയൊരു പണി നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? അടിമയെ മോചിപ്പിക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പോ ഇപ്പൊ ബന്ദിയെ അടിമയാക്കുക എന്നത് ഉത്തമമായ ഒരു കാര്യം അല്ല, അത് അനിവാര്യമായ കാര്യവും അല്ല. ഇനി തുല്യമായി പെരുമാറണം. ഞാൻ പറഞ്ഞു, മനുഷ്യർ അള്ളാഹുവിന്റെ മാത്രം അടിമയാണ് എന്നതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന തത്വമാണ് മനുഷ്യർ ഏകോദര സഹോദരന്മാരാണ് എന്നത്. അപ്പൊ അവരോട് ഇപ്പോൾ ഇങ്ങനെ വന്നു ചേർന്നതാണ്. ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് ആലോചിച്ചാൽ ഒരാൾ മുതലാളിയായിട്ടുണ്ടാകും. നിങ്ങളൊരു കടയുടെ മുതലാളിയാണ്. നിങ്ങളുടെ കീഴിൽ 10 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, സ്റ്റാഫാണ്. ശരിയാണ്, കടയിൽ ആള് മുതലാളിയാണ്, മറ്റേ ആള് തൊഴിലാളിയാണ്. പക്ഷെ അതുകൊണ്ട് മുതലാളി എന്തോ നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞ കൊമ്പുള്ള ആളോ തൊഴിലാളി എന്തോ കുറഞ്ഞ ആളോ അല്ല. അത് അല്ലേ, മനുഷ്യന്റെ ജീവിതത്തിന്റെ തർക്കങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നാളെ ആ മുതലാളി തൊഴിലാളിയാകാം, തൊഴിലാളി മുതലാളിയാകാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതുപോലെയാണ് ഇസ്ലാം ഇതിനെ കാണുന്നത്. അയാൾ ഇപ്പൊ നിങ്ങളുടെ അടിമയാണ്, ശരി, പക്ഷെ അയാൾ നിങ്ങളെപ്പോലെ ഒരു കുറവുമില്ലാത്ത തുല്യനായ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ. മറ്റത് ഭൗതികമായൊരു വ്യവസ്ഥയാണ്. സത്തയിൽ ഇൻ എസൻസ് അയാൾ ഒരു മനുഷ്യനാണെന്ന് മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള മനുഷ്യനാണ്, നിങ്ങളുടെ സഹോദരനാണ്. അങ്ങനെ അയാളോട് പെരുമാറണം എന്നതാണ്. ഇസ്ലാം എന്ത് പരിഷ്കരണമാണ് അടിമത്തത്തിൽ വരുത്തിയതെന്ന് ചില ആളുകൾ ചോദിക്കുന്നത്. അറബികൾ വിശ്വസിച്ചിരുന്നത്
അടിമയുടെ ഒപ്പം ഇരിക്കുന്നത് ഒരു അന്തസ്സ് കുറവാണെന്നാണ്. അതൊക്കെ നമുക്ക് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. അടിമയൊന്നും ആവണ്ട അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ചില മനുഷ്യരുടെ ഒപ്പം ഇരിക്കുന്നത് അന്തസ്സ് കുറവാണ് എന്നൊക്കെ ഇപ്പോൾ തന്നെയോ അല്ലെങ്കിൽ അടുത്ത കാലം വരെയോ ഒക്കെ ആളുകൾ വിശ്വസിച്ചിരുന്നു. പിന്നെ അടിമന്റെ കഥ എന്ത് പറയാനാണ്? റസൂൽ പറഞ്ഞു അങ്ങനെയല്ല, അടിമയെ നിങ്ങളുടെ ഒപ്പം ഇരുത്തണം, അതാണ് ശ്രേഷ്ഠം. എത്രയോ കാലമായി മൂടറച്ചുപോയ വിശ്വാസങ്ങളാണ്. അതിന് ഭയങ്കര പ്രയാസാണെങ്കിൽ നിങ്ങൾ ഭക്ഷിക്കുന്നത് അയാളെ ഭക്ഷിപ്പിക്കണം. ഒപ്പം ഇരുത്തിയിട്ട് ഭക്ഷിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഉരുള അല്ലെങ്കിൽ 2 ഉരുള 3 ഉരുള അയാൾക്ക് കൊടുക്കണം. ജോലി ചെയ്യുമ്പോൾ അയാളെ സഹായിക്കണം. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യിക്കരുത്. ശരീരം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഒരാളുടെ ശരീരം സംരക്ഷിക്കപ്പെടുക. അടിമയെ എന്ത് പണിയും എടുപ്പിക്കുക, അതിലിടുന്ന് മരിച്ചു ആണെങ്കിൽ അടിമല്ലേ, മരിച്ചു. അങ്ങനെയല്ല. ഒരു അടിമയെ ഉപദ്രവിക്കാനോ വധിക്കാനോ അയാളുടെ ശരീരം അപകടപ്പെടുത്താനോ ഉടമക്ക് അവകാശമില്ല. അത് കൊലക്കുറ്റമാണ്. അടിമയാണെന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റില്ല. ഒരു സ്വതന്ത്രനെ കൊല്ലാൻ പറ്റില്ല എന്ന പോലെ തന്നെ സ്വതന്ത്രന് അടിമയെ കൊല്ലാനും പറ്റില്ല. അതേപോലെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ലൈംഗികമായ അതിക്രമങ്ങൾ ഇസ്ലാം നിരോധിച്ചു. ഒരു പുരുഷന്റെ കീഴിൽ സ്ത്രീ വരികയാണ്, അവർക്ക് വേറെ ആരുമില്ല. അപ്പൊ അതിനൊരു ചിട്ടയും വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി. അടിമ 2 സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അടിമയുടെ കാര്യത്തിൽ ഉടമക്ക് 2 വഴികളുണ്ട്. ഒന്ന്, അടിമ എന്ന നിലക്ക് അവരുമായി ശാരീരിക ബന്ധം പുലർത്താം, അല്ലെങ്കിൽ അവരെ അടിമയായിക്കൊണ്ട് തന്നെ വേറൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാം. അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്താൽ പിന്നെ ഉടമക്ക് അവരുടെ മേൽ ഒരു തരത്തിലുള്ള അത്തരം ശാരീരിക ലൈംഗികാവകാശങ്ങളും ഉണ്ടായിരിക്കില്ല. അവര് അടിമയായിരിക്കെ തന്നെ ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഭാര്യയാണ്, അന്യസ്ത്രീയായിട്ട് മാറും. ഇനി അതല്ല, അവര് വിവാഹം അവരെ കഴിപ്പിക്കുന്നില്ല എങ്കിൽ ഈ ഉടമയുടെ കീഴിൽ ആയിരിക്കും. അപ്പോഴും ഈ ഉടമയുടെ കീഴിൽ മാത്രമാണ്. ഈ ഉടമക്ക് മാത്രമേ അവരുമായി ലൈംഗിക ബന്ധം പുലർത്താൻ പറ്റുകയുള്ളൂ. ഇതൊക്കെ വലിയ അതിർപ്പുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ, അടിമകളെ വെച്ച് വേശ്യാലയങ്ങൾ നടത്തിയിരുന്ന ഉടമകൾക്ക് വരുമാനത്തിനുള്ള വലിയൊരു മാർഗമായി അതിനെ കണ്ടിരുന്നൊരു കാലത്താണ് ഇസ്ലാം ഇതിൽ ഇടപെടുന്നത്, ഇതിനെ പരിഷ്കരിക്കുന്നത്. ഒരാളുടെ കയ്യിൽ സുന്ദരിയായ ഒരു സ്ത്രീകളോ ഉണ്ട് എങ്കിൽ അവരെ ഉപയോഗിച്ചിട്ട് ഈ കാര്യം ചെയ്യുന്നതിൽ എന്താ കുഴപ്പം എന്ന് ആളുകൾ ചിന്തിച്ചിരുന്നൊരു കാലത്ത് അങ്ങനെയല്ല, അത് തെറ്റാണ്. ഇനി ലൈംഗിക ബന്ധം, ഇത് അടിമത്ത വിഷയത്തിലെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളിൽപ്പെട്ട ഒരു വിമർശനമാണ്. ഉടമക്ക് അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധം അനുവദിച്ചു എന്ന് പറയുന്നത്. ആ ലൈംഗിക ബന്ധം സംഭവിക്കുമെന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ ഉടമക്ക് അടിമ സ്ത്രീയുമായി ലൈംഗിക ബന്ധം പുലർത്താൻ അനുവാദം നൽകി എന്നതിനെ, അത് വളരെ സ്വാഭാവികവും പ്രകൃതിപരവുമായ ഒരു കാര്യമാണ്. ആ സ്വാഭാവികവും പ്രകൃതിപരവുമായ ഒരു കാര്യത്തെ അടിമയുടെ മോചനത്തിനുള്ള വഴിയാക്കുകയാണ് ഇസ്ലാം ചെയ്തത്. ഒരു അടിമ സ്ത്രീ ഉടമയാൽ ഗർഭിണിയായാൽ പിന്നെ അവര് അടിമയല്ല, അവരുടെ സ്റ്റാറ്റസ് മാറി. ഉമ്മുൽ വലതാണ്, കുട്ടിന്റെ ഉമ്മയാണ്. ഇനി ആ സ്ത്രീ പ്രസവിച്ചുള്ള ആ കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ, ആ കുട്ടി അടിമയല്ല, സ്വതന്ത്രയാണ്. ഈ ഉടമയുടെ സ്വതന്ത്ര സ്ത്രീയിൽ ജനിക്കുന്ന കുട്ടികൾക്കുള്ള സ്റ്റാറ്റസ് എന്താണോ അതുതന്നെയാണ് അടിമ സ്ത്രീയിൽ ജനിക്കുന്ന കുഞ്ഞിന്റെയും സ്റ്റാറ്റസ്. അടിമ സ്വതന്ത്രനെ പ്രസവിക്കുന്ന അത്ഭുത മെക്കാനിസമാണ്.
ലോകത്തെ എല്ലാ വംശീയതകളും ജാതി സമ്പ്രദായങ്ങളും നിലനിൽക്കുന്നത് എങ്ങനെയാണ്? അതിലെ കീഴ്ത്തട്ടിലുള്ളവരെയേ പ്രസവിക്കുള്ളൂ. ഇന്ത്യയിലെ ഒരു അവർണ സ്ത്രീ ഒരു അവർണനായ മനുഷ്യനെ, ആണിനെ പെണ്ണിനെ മാത്രമേ പ്രസവിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു അവർണ സ്ത്രീ ഒരു സവർണനെ പ്രസവിക്കില്ല. അതുകൊണ്ടാണ് നിലനിൽക്കുന്നത്, ആ സമ്പ്രദായം അങ്ങനെ നിലനിൽക്കുന്നത്. ഇസ്ലാം ഇതിനെ കലർത്തിക്കളയും. ഇനി ആ സ്ത്രീ, ഭർത്താവ്, ഈ ഉടമ മരിക്കുന്നതോടുകൂടി സ്വയം സ്വതന്ത്രനാണ്. ഒരടിമയെ സ്വതന്ത്രയാക്കിയിട്ട് ഉടമക്ക് കല്യാണം കഴിക്കാം. അത് ഉത്തമമായ കാര്യമാണ് എന്ന് റസൂൽ പഠിപ്പിച്ചു. നിങ്ങളൊരു അടിമയെ ദീന് പഠിപ്പിച്ചു, അവരെ മറ്റാർക്കെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കുക, നല്ല കാര്യമാണ്. ഒരു അടിമയെ സ്വതന്ത്രയാക്കി വിവാഹം കഴിക്കുക, നല്ല കാര്യമാണ്. റസൂൽ ധാരാളമായ, അല്ലെങ്കിൽ പലരുടെയും കാര്യത്തിൽ, സഫിയ, ജുവൈരിയ, ഇവരുടെയൊക്കെ കാര്യത്തിൽ ചെയ്തത് അതാണ്. റസൂലിന്റെ ചര്യയാണ്. ഈ നമ്മുടെ തിരൂർ ഇവിടെ നടന്ന സംവാദത്തില് രാഹുൽ ഈശ്വർ വളരെ ഗംഭീരമായ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ രാഹുൽ ഈശ്വറിനോട് അതിൽ എനിക്ക് വിയോജിപ്പ് തോന്നിയ ഒരു കാര്യം, ഇന്ത്യയിലെ ഹിന്ദു മതത്തിലെ ജാതി സമ്പ്രദായത്തെയും ഇസ്ലാമിലെ അടിമ സമ്പ്രദായത്തെയും ഇസ്ലാമിന് അനുകൂലമായി തന്നെ അദ്ദേഹം സമീകരിക്കുന്നുണ്ട്. അത് പല അർത്ഥത്തിൽ ശരിയല്ല. ഒന്ന്, ഇന്ത്യയിലെ ജാതി സമ്പ്രദായം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ നിന്നുണ്ടായതാണ്. അത് ഇവിടെ പണ്ടേ ഉള്ള ഒരു കാര്യത്തോട് ആ സംസ്കാരം ഇടപഴകിയതല്ല, ആ സംസ്കാരം സൃഷ്ടിച്ചതാണ്. ഇസ്ലാമിലെ അടിമ സമ്പ്രദായം ഇസ്ലാം ഉണ്ടാക്കിയതല്ല, മറിച്ച് ഉള്ള ഒരു യാഥാർത്ഥ്യത്തോട് ഇസ്ലാം ഇടപഴകിയതാണ്. മാത്രവുമല്ല, ജാതി പോലെ അല്ല അത്. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിലുള്ള ഒരു അടിമ സ്ത്രീ പുരുഷനിൽ നിന്ന് വഴി സ്വതന്ത്രനിൽ നിന്ന് സ്വതന്ത്രനെ പ്രസവിക്കുക എന്ന് പറയുന്ന ജാതിയുടെ മെക്കാനിസത്തിന് എതിരായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് അത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അടിസ്ഥാനപരമായി ഫണ്ടമെന്റലായി ഇസ്ലാമിന്റെ നിലപാട് എല്ലാ മനുഷ്യരും അടിമകൾ ഉൾപ്പെടെ ദൈവത്തിന്റെ മാത്രം അടിമകളാണ് എന്നാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത് നിലനിൽക്കുന്നൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയിൽ ഞങ്ങളുടെ തത്വം ഇതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാൻ വെറുതെ ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമാവും. ഞാൻ അത് അവസാനം പറയാം. പക്ഷെ ഇസ്ലാം പരിഷ്കരിച്ചു. ആ പരിഷ്കരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അടിമ എന്ന പേര് ഇസ്ലാം മാറ്റി. പ്രയോഗത്തിൽ, പ്രാക്ടീസുകളിൽ പല പരിഷ്കരണങ്ങളും വരുത്തി. പ്രാക്ടീസിൽ മാത്രമല്ല, ഒരു കാര്യത്തെ ഒരാളെ എന്ത് പേരിട്ട് വിളിക്കുന്നു, ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ അബ്ദ്, അമത്ത് എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു. അടിമത്തത്തോട് ഇസ്ലാമിനൊരു പ്രശ്നമില്ലെങ്കിൽ അബ്ദ് എന്ന് വിളിച്ചോ, എന്താ കുഴപ്പം, നിങ്ങൾ അടിമല്ലേ എന്ന് പറഞ്ഞാൽ പോരെ. അല്ല, അബ്ദ് എന്ന് വിളിക്കരുത്. ആ വിളിക്കരുത് എന്ന് പറയുന്നതിന് കാരണം മനുഷ്യൻ അള്ളാന്റെ മാത്രം അടിമയാണ്. ഇത് തൽക്കാലം ഇങ്ങനെ ഉണ്ടായിത്തീർന്ന ഒരു സംവിധാനം മാത്രമാണ്. അമത്ത് എന്ന് വിളിക്കരുത്, മറിച്ച് ഗുലാം, എൻ്റെ വല്യക്കാരൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വിളിക്കാൻ വേണ്ടി റസൂല് പറഞ്ഞു. അടിമത്തം കൊടികുത്തി വാഴുന്ന കാലത്താണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോ ഇനി ഇസ്ലാമിക ചരിത്രത്തിൽ തീർച്ചയായിട്ടും ഇസ്ലാം എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ, ചരിത്രത്തിൽ അടിമകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുകൂടി പരിശോധിക്കേണ്ടതാണല്ലോ. അടിമകളോട് ഇത്തരത്തിലുള്ള പല സമീപനങ്ങളും, ഇനി അടിമത്തെ പരിഷ്കരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോ മോചനപത്രം എഴുതുക, ഇത് നേരത്തെ നിലവിലുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഇസ്ലാം അതിനെ മുന്നോട്ട് വെച്ചു, പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അടിമ മോചനപത്രം എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ അടിമ അധ്വാനിക്കുന്നതൊന്നും ഉടമക്ക് ഉള്ളതല്ല, അവകാശപ്പെട്ടതല്ല. അത് ആ മോചന പത്രത്തിന് അതിൻ്റെ വിലയായിട്ട് കണക്ക് കൂട്ടേണ്ടതാണ്.
അങ്ങനെ മോചനപത്രം എഴുതി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന അടിമകളെ സമൂഹവും സർക്കാരും സഹായിക്കണം. അതുകൊണ്ടാണ് സക്കാത്തിന്റെ 8 അവകാശികളിൽ ഒരു അവകാശിയായിട്ട് ആരുണ്ടായത്? ഉണ്ടായത്. അവരെ സഹായിക്കാൻ സമൂഹവും സർക്കാരും ബാധ്യസ്ഥമാണ്. ഒരാള് അടിമത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ പണമില്ല, അത് കൊടുക്കാൻ സമൂഹം ഗവൺമെന്റും ഒക്കെ ബാധ്യസ്ഥമാണ് എന്നതാണ്. ഇങ്ങനെ ഇതിനെ ക്രമേണ 2 തരത്തിലാണ് ഇസ്ലാം ഇത് കൈകാര്യം ചെയ്തത്. ഒന്ന്, നിങ്ങൾ അടിമയായിരിക്കുമ്പോൾ തന്നെ അത് പരമാവധി, പേര് അടിമത്തം എന്നൊക്കെ ആണെങ്കിലും, പേരിൽ പോലും ഇസ്ലാം പരിഷ്കരിച്ചു എങ്കിലും ഒരു അടിമത്ത സമ്പ്രദായമാണെങ്കിലും പ്രയോഗത്തിൽ അത് ഒരു അടിമത്തമല്ലാതിരിക്കുക. വിശദാംശങ്ങൾ ഞാൻ പറയാം. പരമാവധി ഒരു ഉടമയോടടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ സ്വതന്ത്രനോടടുത്ത് നിൽക്കുന്ന ഒരു കാര്യമായി. അടിമ അങ്ങേയറ്റത്തെ ചളിക്കുണ്ടിലായിരുന്ന അവസ്ഥയിൽ നിന്ന് ആ അടിമയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഉടമയാക്കാൻ കഴിയില്ല, സ്വതന്ത്രനാക്കാൻ കഴിയില്ലെങ്കിലും സ്വതന്ത്രനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പദവിയിലേക്ക്, സ്റ്റാറ്റസിലേക്ക് മാറ്റി. അങ്ങനെ ഉടമകളെ, പ്രത്യേകിച്ച് ഉടമകളെ അങ്ങനെ പഠിപ്പിച്ചു, പരിശീലിപ്പിച്ചു. ഇങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്ന് താത്വികമായും പ്രായോഗികമായും പഠിപ്പിച്ചു. മറ്റൊന്ന്, ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴികൾ ധാരാളമായി ഉണ്ടാക്കി അതിനെ പ്രോത്സാഹിപ്പിച്ചു. 2 തരത്തിൽ പ്രോത്സാഹിപ്പിച്ചു. ഒന്ന്, ഉടമകളെ അതിനൊരുപാട് പ്രേരിപ്പിച്ചു. സ്വർഗപ്രവേശനത്തിനുള്ള വഴിയായി, പല തെറ്റുകളുടെയും കഫാറത്ത്, പ്രായശ്ചിത്തമായി, അങ്ങനെ പല നിലക്ക്, ലൈംഗിക ബന്ധം തന്നെ അവരുടെ മോചനത്തിനുള്ള വഴിയായി ഒക്കെ പ്രോത്സാഹിപ്പിച്ചു. മറ്റൊന്ന്, അടിമയെ സ്വയം തന്നെ നിങ്ങൾക്ക് മോചനപത്രം എഴുതിയിട്ട് പുറത്തു പോകാം, അതിനുള്ള അവസരങ്ങൾ, അതിനവരെ സഹായിക്കുന്ന സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കുക. പിന്നീട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ഈ അടിമകൾക്ക് എന്ത് സംഭവിച്ചു? ഇതിനെക്കുറിച്ച് പഠിച്ച എത്രയോ സ്കോളേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാം സമാഗതമായ ശേഷം അടിമ വ്യവസ്ഥ കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഇവിടുത്തെ തിരൂർ സംഭവത്തിൽ രാഹുൽ ഈശ്വർ അതിന്റെ പല ഉദ്ധരണികളും, പല വെസ്റ്റേൺ സ്കോളേഴ്സിന്റെയും ഉദ്ധരണികൾ ഉദ്ധരിക്കുന്നുണ്ട്. ഈ വിമർശകർ പറയുന്ന കേട്ട തോന്നുക ഇസ്ലാം വന്ന് അടിമത്തം ഇങ്ങനെ ശക്തിപ്പെട്ട് ഇസ്ലാം വളരുന്നതിനനുസരിച്ച് ലോകത്ത് അടിമത്തം വളരുകയാണ് ചെയ്തത്. അല്ല, ഇസ്ലാം വളരുന്നതിനനുസരിച്ച് അന്ന് ലോകത്തെ ഒരു യാഥാർത്ഥ്യമായ അടിമത്തം ലഘൂകരിക്കപ്പെടുകയും കുറയുകയുമാണ് ചെയ്തത്. തർക്കമില്ലാത്തൊരു ചരിത്ര വസ്തുതയാണ്. ഇനി ഈ അടിമകളായി തന്നെയുള്ള മനുഷ്യർ, അവർക്കെന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന ഇസ്ലാമിക കിതാബുകളൊക്കെ വായിച്ച ഒരാള്, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്ര അധികം കിതാബ് വായിച്ചിട്ടുണ്ടോ അത്ര അധികം ഈ ആളുകൾ നമുക്ക് പരിചയം ഉണ്ടാവും. ചിലരെ കിതാബൊന്നും വായിക്കാത്ത സാമാന്യം ആളുകൾക്ക് പോലും പരിചയമുള്ള ആളുകളായിരിക്കും. നമുക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന ആളുകളൊക്കെ അടിമകളോ അടിമകളുടെ മക്കളോ ഒക്കെയാണ്. ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ മനുഷ്യർ, പണ്ഡിതന്മാർ ഒക്കെ ആയിട്ടുള്ള ആളുകൾ. സഹാബത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതില് ഉസാമ റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ബിൻ ഹാരിസ് അടിമയാണ്, അല്ലെങ്കിൽ അടിമയുടെ അദ്ദേഹം തന്നെ അടിമയാണ്. അദ്ദേഹത്തെ കുറിച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന് അദ്ദേഹത്തിന്റെ പിതാവ് നിന്റെ പിതാവിനേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു. അദ്ദേഹം നിന്നെക്കാൾ അള്ളാഹുവിന്റെ റസൂലിന് പ്രിയപ്പെട്ട ആളാണ്. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഇനി മദീനയിൽ ഇമാമായിട്ടൊക്കെ നിശ്ചയിക്കപ്പെട്ടിരുന്ന സൽമാനുൽ ഫാരിസി അടിമയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് എന്നാണ്. അടിമയാണ് അദ്ദേഹം. ഞങ്ങളുടെ നേതാവിന്റെ നേതാവ് മോചിപ്പിച്ച അടിമയുമായിരുന്നു എന്ന്, ഞങ്ങളുടെ നേതാവ് മോചിപ്പിച്ച അടിമയും എന്ന് പറയപ്പെട്ട സഹാബികൾ തന്നെ പറഞ്ഞ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. സാലിം മൗല അബൂ ഹുദൈഫ
അബൂഹുദൈഫയുടെ വിമോചിത അടിമയാണ് സാലിം. അതാണ് സാലിം മൗല എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ രക്തസാക്ഷിയായി മരണപ്പെടുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ആരെയാണ് ഖലീഫയായിട്ട് നിശ്ചയിക്കേണ്ടത്. സാലിം മൗല ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഖലീഫയായിട്ട് നിശ്ചയിക്കുമായിരുന്നു. അതിന്റെ കാരണം പറയുന്നുണ്ട്. ഒരു വിമുക്ത അടിമയാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഖലീഫയാക്കുമായിരുന്നു. അദ്ദേഹം അത്രയും ഇസ്ലാമിക സമൂഹത്തിൽ വളരുകയും വികസിക്കുകയും ചെയ്ത ആളാണ്. ഇതിന് സഹാബത്തിന്റെ ചരിത്രമാണെങ്കിൽ നമ്മൾ താബീങ്ങളിലേക്ക് വന്നാൽ സഹാബത്തിനെ പിന്തുടർന്ന് ജീവിച്ച അവരിലെ പ്രമുഖർ, താബിഅകളുടെ നേതാവെന്ന് പറയപ്പെടുന്ന വലിയ സൂഫി ഭജനൊക്കെയായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അടിമയായിരുന്നു. അതേപോലെ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്ന ഇമാമുൽ അഅളം ആയിട്ടുള്ള അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ബനു തൈമുല്ലയുടെ വിമുക്ത അടിമയായിരുന്നു എന്ന് ചരിത്രത്തിൽ ഒരു റിപ്പോർട്ട് കാണാൻ പറ്റും. ഇബ്നു സീരീൻ എന്ന ഹദീസ് പണ്ഡിതൻ, ഇതാണ് പറഞ്ഞത്, ഹദീസ്, തഫ്സീർ, ഫിഖ്ഹ് ഇതൊക്കെ വായിക്കുമ്പോൾ ഈ ആളുകളെയൊക്കെ നമ്മൾ കണ്ടുമുട്ടും. ഇബ്നു സീരീൻ എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതൻ, അദ്ദേഹം വിമുക്ത അടിമയാണ്. ഇമാം മാലിക്കിന്റെ ഇമാമായ നാഫിഅ, അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് എന്ന് പറയുന്ന പണ്ഡിതൻ, മുബാറക് എന്ന് പറയുന്ന ആളുടെ അടിമയായിരുന്നു. ഇക്രിമ, ഖുർആൻ വ്യാഖ്യാതാവായിരുന്ന കാല ഇക്രിമ, തഫ്സീറൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണും, ഇക്രിമ വിമുക്ത അടിമയാണ്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്, സീറ എന്നതിൽ ആദ്യത്തെ സീറ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഗ്രന്ഥം എഴുതിയ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് യസാർ എന്ന് പറയുന്ന ആളുടെ, അദ്ദേഹത്തിന്റെ വല്യുപ്പിയാണ് യസാർ. യസാർ ഐനു അമ്ര യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ധിയും അടിമയുമായിരുന്നു. അയാളുടെ മകന്റെ മകനാണ് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്ന് പറയുന്ന പ്രസിദ്ധ ചരിത്രകാരൻ. എത്രയോ നാടുകളിലെ ഇമാമുമാരെ കുറിച്ച് ചരിത്രത്തിൽ കാണാം. മക്കയിലെ ഇമാമായിരുന്ന അത്താ ഇബ്നു റബാഹ്, മക്കയിലെ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം. അത്താ ഇബ്നു റബാഹ് വിമുക്ത അടിമ വംശത്തിൽ കുടുംബത്തിൽ ജനിച്ച ആളാണ്. യമനിലെ ഇമാമായിരുന്ന താവൂസ് ബിനു കൈസാൻ അടിമ കുടുംബത്തിലുള്ള ആളാണ്. ഈജിപ്തിലെ അടിമയായിരുന്ന യസീദ് ബിൻ ഹബീബ് അടിമ കുടുംബത്തിലുള്ള ആളോ ആണ്. ഷാമിലെ ഇമാമായിരുന്ന മഖ്ഹൂല്, ഖുറാസാൻ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ മുതലുള്ള വിശാലമായ തുർക്കുമാനിസ്ഥാൻ, മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകൾ എന്നൊക്കെ പറയുന്ന ആ വിശാല പ്രദേശത്തെയാണ് പഴയ ഖുറാസാൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഇമാമായിരുന്ന ലഹാക്ക്. ഇവരൊക്കെ അടിമകളോ അടിമവംശത്തിൽ ജനിച്ചവരോ ആണ്. ഇനി ഇത് പണ്ഡിതന്മാരുടെ കാര്യമാണെങ്കിൽ ഈജിപ്തിലെയും ഇന്ത്യയിലെയും എല്ലാം ചരിത്രത്തില് അടിമ രാജവംശങ്ങളെ കാണാൻ പറ്റും. അടിമകൾ വൈജ്ഞാനികമായിട്ട് വികസിക്കുന്നു, അടിമകൾ രാഷ്ട്രീയമായി അധികാരപരമായിട്ട് വികസിക്കുന്നു. ഇന്ത്യ ചരിത്രത്തിലെ കുതുബുദ്ദീൻ ഐബക്ക്, അതേപോലെ ഷംസുദ്ദീൻ ഐബക്ക്, റിയാസുദ്ദീൻ ബാബൻ ഇവരൊക്കെ അടിമകളായിരുന്ന ആളുകളാണ്. ഈജിപ്തിന്റെ ചരിത്രത്തിൽ നമുക്ക് അടിമ രാജവംശങ്ങളെ കാണാൻ പറ്റും. ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് സയ്യിദ് അബുൽ അല മൗദൂദി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരെ അടിമകളെന്ന് വിളിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇവരടിമകളായിരിക്കുന്ന ഏതർത്ഥത്തിൽ മാത്രമാണ്? സാങ്കേതികം നമ്മൾ പറയില്ലേ, ടെക്നിക്കൽ, ആ അർത്ഥത്തിൽ മാത്രമാണ്. അല്ല ഇൻ എഫക്റ്റ് ആക്ച്വൽ ഈ മനുഷ്യർ സ്വതന്ത്രരെ പോലെ തന്നെ വളരുകയും വികസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇതുകൊണ്ടാണ് ഇസ്ലാം അടിമത്തത്തോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആവർത്തിച്ചു പറയുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ മാത്രം അടിമയാണ്. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സമീപനം. മനുഷ്യരെല്ലാവരും തുല്യരാണ്. ഏക ദൈവത്വവും
ഏകമാനവികതയുമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത. H.G. വെൽസ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാം ചരിത്രത്തിൽ വളരെ വേഗത്തിൽ പടർന്ന് പന്തലിച്ചത്. രണ്ട് കാരണമാണ് H.G. വെൽസ് പറയുന്നത് അദ്ദേഹത്തിന്റെ ലോക ചരിത്ര സംഗ്രഹത്തിൽ. ഒന്ന്, അതിന്റെ ക്ലാരിറ്റിയുള്ള ഏകദൈവ വിശ്വാസം, ഒരവ്യക്തതയുമില്ലാത്ത, ദുർഗ്രാഹ്യതയില്ലാത്ത, നല്ല സ്ഫടിക തെളിച്ചമുള്ള ഏകദൈവ വിശ്വാസം. ഒറ്റ ദൈവം, എല്ലാ ദിവ്യത്വവും ആ ദൈവത്തിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഒരു ദിവ്യത്വവുമില്ല. മറ്റൊന്ന് ഏകമാനവികത, എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി തുല്യരാണ്, സഹോദരീ സഹോദരന്മാരാണ്. ഈ രണ്ട് നല്ല വ്യക്തതയുള്ള ഏത് മനുഷ്യർക്കും കേട്ടാൽ എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ, ഇങ്ങനൊരു പ്രശ്നമില്ല. ദൈവത്തെക്കുറിച്ചും മനുഷ്യനെ കുറിച്ചുമുള്ള നല്ല ക്ലാരിറ്റിയുള്ള ഈ രണ്ടാശയങ്ങളാണ് ഇസ്ലാമിന് വളരെ വേഗത്തിൽ ലോകത്ത് പ്രചാരം നൽകിയത് എന്ന് ലോകചരിത്രം എഴുതിയ H.G. വെൽസ് പറയുന്നു. ഇത് തന്നെയാണ് അടിമത്തത്തിന്റെയും പ്രശ്നം. മനുഷ്യർ അള്ളാഹുവിന്റെ മാത്രം അടിമകളാണ്, മനുഷ്യർ ഏകോദര സഹോദരന്മാരാണ്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന നിലപാട്. അതുകൊണ്ടാണ് ജർമ്മൻ പണ്ഡിതനായ ആൻമാരി ഷിമ്മൽ പറയുന്നത്, ആ വാചകം ഇങ്ങനെയാണ്: ഇസ്ലാമിന്റെ വ്യാപനത്തോടെ സൈദ്ധാന്തികമായി അടിമത്തം അപ്രത്യക്ഷമാകാൻ വിധിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. സൈദ്ധാന്തികമായി പിന്നെ അടിമത്തത്തിന് നിലനിൽപ്പില്ല. ഇന്ത്യയിലെ ജാതി സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് സൈദ്ധാന്തികമായി നിലനിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ പുനർജന്മം, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ പാപത്തിന്റെ ഫലമായിട്ട് ഈ ജന്മത്തിലെ ആളുകൾ താഴ്ന്ന ജാതിയിൽ ജനിക്കുന്നു, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് താത്വികാടിത്തറകൾ, എത്ര പോക്കിയാലും പോവാത്ത അടിത്തറകൾ അതിനുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ ആൻമാരി ഷിമ്മൽ പറയുന്നത് ഇസ്ലാമിന്റെ വ്യാപനത്തോടുകൂടി പ്രായോഗികമായ അടിമത്തം നിലനിന്നിട്ടുണ്ടാകാം, പക്ഷേ സൈദ്ധാന്തികമായ അടിമത്തം അപ്രത്യക്ഷമാകാൻ വിധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അത് ഔട്ട്ഡേറ്റഡ് ആകാൻ അങ്ങനെ വിധിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യവസ്ഥയാണ്. അതോടുകൂടി ഒരു യാഥാർത്ഥ്യം എന്ന നിലക്ക് നിലനിൽക്കുന്നുണ്ട്, പക്ഷേ അതിന് താത്വികാടിത്തറയില്ല എന്നാണ് ആൻമാരി ഷിമ്മൽ പറയുന്നത്. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടിമ സമ്പ്രദായം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ടിലേക്ക് വന്നിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അവസാനം ഒന്നുകൂടി പറയാൻ ഞാൻ പറഞ്ഞു. അടിമ വ്യവസ്ഥ, സ്ലേവറി സിസ്റ്റം എന്നത് ഒരു സാമ്പത്തികവും സാമൂഹികവും ആയൊരു വ്യവസ്ഥയാണ്. രാഷ്ട്രീയ വ്യവസ്ഥയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥയാണ്. അതിനെ നിരോധിക്കുക പ്രായോഗികമല്ല. ലോകത്ത് ഒരു വ്യവസ്ഥയും നിരോധിക്കാൻ കഴിയില്ല. നിലനിൽക്കുന്ന മുതലാളിത്ത വ്യവസ്ഥ, മുതലാളിത്ത ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്തുൾപ്പെടെ ഇന്ന് നിലനിൽക്കുന്നത്. ഈ ജനാധിപത്യ വ്യവസ്ഥക്കും ഈ വിപണി വ്യവസ്ഥക്കും നിരവധി കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ ലോകത്തെ എത്രയോ ചിന്തകന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് ലോകത്തെ ഒരു സർവാംഗീകൃത വ്യവസ്ഥയല്ല, ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത സർവസമ്മതമായ വ്യവസ്ഥയല്ല. കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും മാർക്സിസം എന്ന് പറയുന്ന ഒരു സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പദ്ധതിയും അതാകെ കൂടി ചെയ്ത കാര്യം, അതിന്റെ ആകസാരം എന്ന് പറയുന്നത് ഈ മുതലാളിത്ത വ്യവസ്ഥയോടുള്ള വിമർശനമാണ്. മാർക്സത്തിന്റെ ബാക്കി എല്ലാ കാര്യവും അതിനെ ചുറ്റിപ്പറ്റിയാണ്. മാർക്സിസം ഒരു ബദൽ വ്യവസ്ഥ എന്ന നിലക്ക് വിജയമാണോ പരാജയമാണോ ഇതൊക്കെ വേറെ കാര്യമാണ്. പക്ഷേ അതുയർത്തിയ മുതലാളിത്തത്തെക്കുറിച്ച് അതുയർത്തിയ വിമർശനങ്ങളിൽ പലതും പ്രസക്തമാണ്. ആ വിമർശനങ്ങൾ ആ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇസ്ലാമിനുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ നിലനിൽക്കുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതേപോലെ തന്നെ അതിന്റെ തന്നെ രാഷ്ട്രീയ വ്യവസ്ഥ, നിലനിൽക്കുന്ന പാർലമെന്ററി വ്യവസ്ഥ, ഇതിന് നിരവധി പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ ഒരു കുറ്റമറ്റതും അങ്ങേയറ്റം മനുഷ്യത്വ സ്വഭാവമുള്ളതുമായ ഒരു കാര്യമല്ല. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ധാരാളം ഉദാഹരണങ്ങൾ പറയേണ്ടതില്ല. പാർലമെന്ററി വ്യവസ്ഥയെ കുറിച്ച് ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയെ കുറിച്ച്, മഹത്തായ ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഈ നാട്ടില് ഇന്ന് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്
വർഗീയത എന്ന് ഒറ്റ വാക്കിൽ പറയുന്ന പ്രശ്നം. ഇതെങ്ങനെ ഉണ്ടായതാ? ഇത് ഈ ജനാധിപത്യ വ്യവസ്ഥ ഉണ്ടാക്കിയതാണ്. വളരെ മോശം എന്ന് നമ്മൾ പറയുന്ന രാജവാഴ്ച ഉണ്ടായിരുന്നു ഇവിടെ. രാജവാഴ്ചയേക്കാൾ മെച്ചപ്പെട്ടതാണ് ജനാധിപത്യം, ഒരു തർക്കമില്ല. പക്ഷേ രാജവാഴ്ചയുള്ള കാലത്ത് ഇവിടെ വർഗീയതയില്ല. ആ രാജാവ് ഹിന്ദു രാജാവാണെങ്കിലും മുസ്ലിം രാജാവാണെങ്കിലും. എന്താ കാരണം? രാജാവിന് വർഗീയതന്റെ ആവശ്യമില്ല. എന്താ കാരണം? രാജാവ് രാജാവാവുന്ന വോട്ട് കൊണ്ടല്ല. വർഗീയത വേണ്ടി വന്ന ഏതു മുതലാണ്? തലയെണ്ണൽ വോട്ടുണ്ടായത് മുതലാണ്. കാരണം അപ്പൊ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷത്തിന്റെ അംഗീകാരം നേടിയെടുക്കാൻ ന്യൂനപക്ഷത്തിനെതിരെ വർഗീയത പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് വർഗീയത ഉണ്ടാവുന്നത്. ഇനി വർഗീയമായി ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിച്ചാൽ ആർക്കെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അവർക്കും വർഗീയത മതി. ഇത് വോട്ട് അടിസ്ഥാനത്തിലുള്ളൊരു ജനാധിപത്യ വ്യവസ്ഥയുടെ ബൈ പ്രൊഡക്റ്റാണ്. ഇത് ബിപിൻ ചന്ദ്രയെ പോലെയുള്ള മാർക്സ് ചരിത്രകാരന്മാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വേറൊരു ഭാഷയിൽ ഈ കാര്യം. വർഗീയത എന്ന് പറയുന്നത് മധ്യകാല മതാധിപത്യത്തിന്റെ ഉൽപ്പന്നമല്ല, ആധുനിക ജനാധിപത്യത്തിന്റെ തന്നെ ഒരു ചീത്തയായ ഉപോൽപ്പന്നമാണെന്ന് ബിപിൻ ചന്ദ്ര പറയുന്നുണ്ട്. ഇന്ത്യയിലെ വർഗീയതയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ചരിത്രകാരനാണ് അദ്ദേഹം. ഒരു മാർക്സിസ്റ്റ് മെത്തഡോളജി ഉപയോഗിക്കുന്ന ചരിത്രകാരൻ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ രാജാധിപത്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറയുന്നു. ഇതൊരു കുറ്റമറ്റ വ്യവസ്ഥയല്ല എന്നതാണ്. അപ്പോ മുതലാളിത്തത്തിന്റെ മറ്റൊരു ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം, വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് ഇതിനോട് വിമർശനമുള്ള ആർക്കും, അത് മാർക്സിസ്റ്റുകളാവട്ടെ അല്ലെങ്കിൽ ഇസ്ലാം ആവട്ടെ, ആരും ഞങ്ങൾ ഇത് നിരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടൊരു കാര്യവുമില്ല. ഒരു മണ്ടത്തരം എന്നല്ലാതെ, അല്ലെങ്കിൽ ഒരു അപ്രായോഗിക പ്രസ്താവന എന്നല്ലാതെ ഒരു കാര്യമില്ല. ഇനി നമ്മൾ ഏതെങ്കിലും മലേന്റെ മുകളിലൊക്കെ പോയിട്ട് ആടൊക്കെ മേച്ച് അങ്ങനെ സമൂഹമായിട്ടൊന്നും ബന്ധമില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ എന്തോ സാധ്യമാകുമോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ തന്നെ ഇത് നടക്കുമെന്നറിയില്ല. അല്ലാത്ത ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഏത് മനുഷ്യരെയും സമൂഹങ്ങളെയും സംബന്ധിച്ചിടത്തോളവും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയോട്, അതിനോട് നമുക്ക് എന്തെല്ലാം വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ആ വിയോജിപ്പുകൾ ഉണ്ടായിരിക്കെ തന്നെ, ആ വിയോജിപ്പുകൾ പറഞ്ഞുകൊണ്ട് തന്നെ അതിൽ ഇടപഴകുകയും തങ്ങളുടെ തത്വശാസ്ത്രത്തിനനുസരിച്ച് അതിൽ നവീകരണങ്ങൾ വരുത്തുകയും ചെയ്യുക മാത്രമാണ് പ്രായോഗികം. ഇതിൽ നിന്ന് മുസ്ലിങ്ങൾക്ക്, ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു വലിയ പാഠം കൂടി പഠിക്കാനുണ്ട്. ഈ വ്യവസ്ഥയോട് എന്ത് സമീപനാണ് സ്വീകരിക്കേണ്ടത്? ഇവിടെ വോട്ട് ചെയ്യണോ, വോട്ട് ചെയ്യണ്ടേ, മത്സരിക്കണോ, മത്സരിക്കണ്ടേ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ ചിലപ്പോഴെങ്കിലും സമൂഹങ്ങളിൽ കാണാറുണ്ട്. എന്തിനാണ് ഖുർആനില് പണ്ടത്തെ അടിമത്തവും പണ്ടത്തെ യുദ്ധമൊക്കെ ഇന്നും നിലനിർത്തിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതത് കാലത്തെ വ്യവസ്ഥകളോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിൻ്റെ പ്രായോഗിക മാതൃക അവശേഷിപ്പിച്ചതാണ്. ഒരു ആശയക്കുഴപ്പം ഉണ്ടാവേണ്ടതില്ല. ആ വ്യവസ്ഥകളിൽ ഇടപഴകി അതിനെ നന്നാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്, അതിനെ കൂടുതൽ മാനുഷികമാക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാൻ. അല്ലാതെ ഖുർആനിൽ എന്തിനാണ് ഇപ്പൊ ഔമാമലക്കത്ത് ഐമാനുക്കും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് വീട്ടിൽ വേലക്ക് വരുന്ന പെണ്ണുങ്ങളെ കുറിച്ചാണ് എന്നൊക്കെ ദുർവ്യാഖ്യാനം നടത്താനല്ല അത് ഖുർആനിൽ വെച്ചത്. നിങ്ങൾ ജീവിക്കുന്ന കാലത്തെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥകളോട് എന്തു നിലപാട് സ്വീകരിക്കണം, അതിനോട് താത്വികമായ വിമർശനങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അതുന്നയിച്ചുകൊണ്ട് തന്നെ അതിൽ ഇടപഴകി, അതിൽ ആസിറ്റീസ് ഇടപഴകുകയല്ല, അതിനെ ഈ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ഇടപഴകി പരിഷ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ക്രമേണ അത് പരിഷ്കരിക്കപ്പെടും, അത് കൂടുതൽ മാനുഷികമായി തീരും എന്ന പാഠമാണ് ഇസ്ലാം, ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അടിമത്തം ഒരു സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയാണ്, സാമ്പത്തിക വ്യവസ്ഥയാണ്. അതിനെ നിരോധിക്കുക എന്നത് പ്രായോഗികമല്ല, അതിലിടപഴകുകയും പരിഷ്കരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രായോഗികം. അതേസമയം താത്വികമായി, ദാർശനികമായി, അടിസ്ഥാനപരമായി ഇസ്ലാം അതിനെ നിരോധിക്കുന്നു. രണ്ട് കാരണത്താൽ ഞാൻ പറഞ്ഞു. ഇത് ഏത് കാലത്തുമുള്ള വ്യവസ്ഥകളോട് മനുഷ്യ വിശ്വാസികൾക്ക് സമീപനം സ്വീകരിക്കുന്നതിനുള്ള ഒരു മാതൃക കൂടിയാണ്. കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.
മാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വഖദഅവാന